ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂസ്ഡ് കാർ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാഹനത്തിന്റെ ഡാഷ്ബോർഡിൽ കാണുന്ന ഒരു വാർണിംഗ് ലൈറ്റ് എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ എഞ്ചിനിൽ നിന്ന് കേൾക്കുന്ന ആ അഡീഷണൽ സൗണ്ട് എന്താണ്? സോ യൂസ്ഡ് കാർ വാങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ ഒരു വീഡിയോയിലൂടെ കോമൺ ആയി കണ്ടുവരുന്ന യൂസ്ഡ് കാർ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതുവഴി കംപ്ലൈൻസ് ഉള്ള വാഹനങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ ഡ്രൈവിംഗ് ആനന്ദകരമാക്കാം. കാർ എഞ്ചിൻ ഓവർഹീറ്റിംഗ് ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു യൂസ്ഡ് കാർ പ്രോബ്ലമാണിത്. എഞ്ചിന്റെ ടെമ്പറേച്ചർ നോർമൽ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിന് മുകളിൽ പോകുന്നത് വഴി വിവിധ എഞ്ചിൻ കോമ്പോണൻസുകളുടെ നാശം അല്ലെങ്കിൽ എഞ്ചിൻ ഫെയിലിയർ തന്നെ സംഭവിക്കാം. കൂളന്റിലുള്ള കുറവ്, സ്റ്റക്കായിട്ടുള്ള തെർമോസ്റ്റാറ്റ്, വർൺ ഔട്ട് വാട്ടർ പമ്പ് തുടങ്ങിയവ മൂലം എഞ്ചിൻ ഓവർഹീറ്റ് ആയേക്കാം. യൂസ്ഡ് കാർ വാങ്ങുന്നതിന് മുൻപേ എഞ്ചിൻ ഓവർഹീറ്റ് ആകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അധികം പ്രയാസമൊന്നുമില്ല. ഒരു ലോങ് ടെസ്റ്റ് ഡ്രൈവ് നടത്തി എന്തെങ്കിലും ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. ഡാഷ്ബോർഡിൽ കാണുന്ന വാർണിംഗ് ലൈറ്റ്, ബോണറ്റിൽ നിന്നും പുക വരുന്നത്, ഹോട്ട് ആയിട്ടുള്ള ബോണറ്റ്, അൺയൂഷ്വൽ സ്മെൽസ്, റെഡ്യൂസ്ഡ് എഞ്ചിൻ പവർ ഇവയെല്ലാം എഞ്ചിൻ ഓവർഹീറ്റിംഗിന്റെ ലക്ഷണങ്ങളാണ്. ഇവയിൽ ഏതെങ്കിലും ഒരു സൈൻ കണ്ടാൽ എഞ്ചിൻ ഓഫ് ചെയ്യുക. അതുവഴി പൊട്ടൻഷ്യൽ ഡാമേജ് ഒഴിവാക്കാം. ട്രാൻസ്മിഷൻ മാൽഫങ്ഷൻ വാഹനത്തിന്റെ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക്കോ മാനുവലോ ആയിക്കൊള്ളട്ടെ, ട്രാൻസ്മിഷൻ സിസ്റ്റം കംപ്ലൈന്റ് യൂസ്ഡ് കാർ ഓണേഴ്സ് ഫേസ് ചെയ്യുന്ന മറ്റൊരു കോമൺ പ്രോബ്ലമാണ്. ട്രാൻസ്മിഷൻ ഫ്ലൂയിഡിന്റെ ലീക്ക്, ഡിലേഡ് ഗിയർ ഷിഫ്റ്റിംഗ്, സഡൻ ഡീസലറേഷൻ, ഗിയർ ചേഞ്ചിങ്ങിന്റെ സമയത്ത് എന്തെങ്കിലും ഷെയ്ക്ക് ഇവയൊക്കെ ട്രാൻസ്മിഷൻ ഫെയിലിയറിന്റെ ഇൻഡിക്കേഷനാണ്. ബേൺ ഔട്ട് ബ്രേക്ക് പാഡ്സ് ഓർ റോട്ടേഴ്സ് ഒരുപാട് മൂവിംഗ് പാർട്സ് കണക്ട് ചെയ്താണ് ബ്രേക്കിംഗ് സിസ്റ്റം നിർമ്മിച്ചിരിക്കുന്നത്. വാഹനത്തിന്റെ സേഫ് ആയിട്ടുള്ള ഓപ്പറേഷന് ബ്രേക്കിംഗ് സിസ്റ്റം വളരെ അത്യാവശ്യമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ബ്രേക്ക് പാഡുകളുടെയും റോട്ടറുകളുടെയും തേയ്മാനം ശ്രദ്ധിക്കണം. ഔട്ടർ ബ്രേക്ക് പാഡ് നോക്കി നമുക്ക് ബ്രേക്ക് പാഡിൽ എത്രത്തോളം തേയ്മാനമുണ്ടെന്ന് മനസ്സിലാക്കാം. ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും വൈബ്രേഷൻ സ്റ്റിയറിംഗ് വീലിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ റോട്ടറിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. വർൺ ഔട്ട് ഷോക്ക് അബ്സോർബേഴ്സ് ആൻഡ് സ്ട്രട്സ് എത്ര കുണ്ടും കുഴിയുമുള്ള റോഡാണെങ്കിലും ഒരു വാഹനത്തിൽ കംഫർട്ട് ആയിട്ടുള്ള യാത്ര പ്രദാനം ചെയ്യുന്നത് അതിന്റെ സസ്പെൻഷൻ സിസ്റ്റം ആണെന്ന് നിങ്ങൾക്കറിയാമോ? കാലപ്പഴക്കം കൊണ്ട് ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷോക്ക് അബ്സോർബറിനും സ്ട്രട്സിലും തേയ്മാനം സംഭവിക്കാം. അങ്ങനെയെങ്കിൽ യാത്ര അത്ര സുഖകരമായിരിക്കില്ല. ഒരു ബമ്പ് ചാടുമ്പോൾ സാധാരണയിൽ കൂടുതൽ വാഹനം ബൗൺസ് ചെയ്താൽ, കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ, സസ്പെൻഷൻ സിസ്റ്റത്തിൽ നിന്നും എന്തെങ്കിലും സൗണ്ട് ഒക്കെ കേൾക്കുകയാണെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ബാറ്ററി ഫെയിലിയർ മറ്റൊരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ് ബാറ്ററിയുടെ കുഴപ്പം. സോ ബാറ്ററിയുടെ ഏജ് എത്രയാണെന്ന് യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കണം. മോഡേൺ കാറുകളിലൊക്കെ ബാറ്ററിക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഡാഷ്ബോർഡിൽ വാർണിംഗ് കാണിക്കും. ബാറ്ററിയുടെ ഏജ്, പ്രോപ്പർ മെയിൻ്റെനൻസ് ഇല്ലാത്തത്, ഹൈ ടെമ്പറേച്ചർ, അധികകാലം ഉപയോഗിക്കാത്തത് തുടങ്ങിയവയെല്ലാം ബാറ്ററി കംപ്ലൈൻറ്റ്സിന് കാരണങ്ങളാണ്. കോസ്മെറ്റിക് ഇഷ്യൂസ് വാഹനത്തിന്റെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യാത്ത ഇഷ്യൂസ് ആണിവ. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പെയിന്റിന് പറ്റുന്ന ഡാമേജ് ആണ്. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണെന്ന് തോന്നിയേക്കാം, എന്നാൽ വാഹനത്തിന്റെ ലുക്കിനെ ഇത് സാരമായി ബാധിക്കും. പെയിന്റ് പോയ സ്ഥലത്ത് തുരുമ്പെടുക്കാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുവഴി ഉള്ളിലുള്ള സ്ട്രക്ചറിന് ഡാമേജ് സംഭവിക്കാം. ലൈറ്റുകൾക്കും ഇൻഡിക്കേറ്ററുകൾക്കും ഉള്ള പ്രോബ്ലവും ഈ കൂട്ടത്തിൽ പെടുത്താം. സോ ഇവയൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള യൂസ്ഡ് കാർ പ്രോബ്ലംസ്. ഒരു യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എല്ലാവരും ആ വീഡിയോ ചെക്ക് ചെയ്യുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.